വക്രതുണ്ട മഹാകായ സൂര്യകോടി സമപ്രഭ നിർവിഘ്നം കുരു മേ ദേവ സർവകാര്യേഷു സർവദാ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുഃ സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഗുരുവന്ദനം. SMECT KP അസ്ട്രോ സെൻറ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ പ്രേമലത. ഇന്നത്തെ നമ്മുടെ വിഷയം മാർച്ച് മാസ ഫലങ്ങളെക്കുറിച്ചാണ്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ജ്യോതിഷം പഠിക്കാനൊക്കെ താല്പര്യപ്പെടുന്നവർ SMECT KP അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ആദ്യം മാർച്ച് മാസത്തിലെ ഗ്രഹസ്ഥിതി ഒന്ന് പരിചയപ്പെടുത്താം. മാസത്തിൻ്റെ ആരംഭത്തിൽ, അതായത് മാർച്ച് മാസം 1-ാം തീയതി സൂര്യൻ കുംഭരാശിയിലും ശനിയും പിന്നെ ബുധനും കുംഭരാശിയിൽ തന്നെയാണ്. മീനത്തിൽ സർപ്പിയും മേടത്തിൽ വ്യാഴവും കന്നിയിൽ കേതുവും മകരത്തിൽ ശുക്രനും കുജനും ഒക്കെയാണ് ഗ്രഹസ്ഥിതി. പിന്നെ ചന്ദ്രൻ 2.25 ദിവസത്തിൽ ഓരോ രാശിയിലും മാറിക്കൊണ്ടേയിരിക്കും. മുകളിൽ പറഞ്ഞ ഈ ഗ്രഹസ്ഥിതിയുടെ അടിസ്ഥാനത്തിൽ ഒരു രാശിയിലുള്ള 2.25 നക്ഷത്രങ്ങളിൽ ജനിച്ചവരുടെ വിശദീകരിച്ചിട്ടുള്ള ഫലങ്ങളെക്കുറിച്ച് പറയാം. ഇടവം രാശിയിലുള്ള കാർത്തിക 2, 3, 4 പാദം, രോഹിണി മകീരത്തിൻ്റെ 1, 2 പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും ഇടവ ലഗ്നത്തിൽ ജനിച്ചവർക്കും പിന്നെ സൂര്യദശ, ചന്ദ്രദശ, കുജൻ്റെ ദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം ലഗ്നാധിപനായ ശുക്രൻ്റെ മാസത്തിൻ്റെ ആരംഭത്തിലുള്ള ഭാഗ്യാധിപത്യവും മാസമധ്യത്തിന് ശേഷമുള്ള കർമാധിപത്യവും കൊണ്ട് സകലവിധമായ സുഖഭോഗങ്ങളും ഈ രാശിക്കാരെ തേടി വരുന്നൊരു സമയമാണ്. ദീർഘദൂര ഉല്ലാസയാത്രകളൊക്കെ പോവുകയും വളരെയധികം സന്തോഷിക്കുകയൊക്കെ ചെയ്യുന്നൊരു മാസം തന്നെയാണ്. മാസത്തിൻ്റെ ആരംഭത്തിൽ ആഡംബരത്തിനായിട്ടുള്ള ചിലവുകളൊക്കെ ഉണ്ടാകും. ആത്മീയപരമായ കാര്യങ്ങളിൽ പ്രത്യേക താല്പര്യം വർദ്ധിക്കും. പിന്നെ കർമ്മപരമായിട്ടുള്ള പലവിധ ഉയർച്ചകളും ഉണ്ടാകും. ചെയ്യുന്ന തൊഴിലിൽ സ്ഥാനക്കയറ്റവും പേരും പ്രശസ്തിയും അംഗീകാരവും ഒക്കെ വന്നു ചേരും. ചിലർക്കൊക്കെ സ്ഥാനക്കയറ്റത്തിന് ഒപ്പം സ്ഥലം മാറ്റവും കൂടി ഉണ്ടാകാനുള്ള യോഗം കൂടി കാണുന്നുണ്ട്. അതായത് ജനനകാല ജാതകത്തിൽ നടക്കുന്ന ദശ അപകാരങ്ങൾ 3, 9 ഭാവങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നടക്കുന്ന ദശ അപകാരങ്ങളാണെങ്കിൽ ആ ജാതകർക്ക് തീർച്ചയായും സ്ഥാനക്കയറ്റത്തിനൊപ്പം സ്ഥലം മാറ്റവും ഒഴിവാക്കാൻ കഴിയുകയില്ല. ബാലൻസ് വർദ്ധിക്കുന്നൊരു മാസം തന്നെയാണ്. രാശി ലഗ്നത്തിലുള്ള വിവാഹപ്രായക്കാർക്ക് വിവാഹത്തിന് സമയം അനുകൂലമായിട്ടാണ് കാണുന്നത്. രാശിയിലുള്ള സന്താന ഭാഗ്യത്തിനായി കാത്തിരിക്കുന്നവർക്ക് സമയം അനുകൂല നിലയിൽ കാണുന്നില്ല. മക്കളുമായിട്ടുള്ള ഇടപാടുകൾ വളരെ സന്തോഷം തരുന്നതാണ്. പുതിയതായി സ്വത്ത് വാങ്ങിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സമയം അനുകൂലം തന്നെയാണ്. കുടുംബത്തിൽ നിന്ന് പിരിഞ്ഞു താമസിക്കുവാനുള്ള യോഗം കൂടി കാണുന്നു. കുടുംബത്തിൽ ഭാഗ്യം വന്നു ചേരുകയും വാക്കുകൾക്കൊക്കെ അംഗീകാരം കിട്ടുന്നൊരു സമയം തന്നെയാണ്. സഹോദരങ്ങളുമായിട്ടുള്ള അടുപ്പത്തിൽ കുറച്ചിലൊക്കെ ഉണ്ടാകും. ഈ കാര്യത്തിൽ ഒരു സ്ഥിര സ്വഭാവം ഉണ്ടാവുകയില്ല. മാതാവിൻ്റെയും പിതാവിൻ്റെയും കുടുംബത്തിൽ നിന്ന് സ്വത്ത് കിട്ടാനുള്ളവർക്കൊക്കെ അവയെല്ലാം വന്നു ചേരും. ഗവൺമെൻറ് ജോലിക്കൊക്കെ പരിശ്രമിക്കുന്നവർക്ക് സമയം വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത്. ജോലി പ്രായത്തിലുള്ള സന്താനങ്ങളുള്ളവർക്ക് ഗവൺമെൻറ് ജോലിക്ക് കൂടുതൽ സാധ്യത ഒരു മാസം തന്നെയാണ്. ആരോഗ്യപരമായി സമയം വളരെ അനുകൂല നിലയിൽ തന്നെയാണ് കാണുന്നത്. ജീവിത പങ്കാളി നിമിത്തം ഭാഗ്യം വന്നു ചേരാനുള്ള യോഗം കൂടി കാണുന്നുണ്ട്. ദമ്പതികൾ തമ്മിൽ ഐക്യത വർദ്ധിക്കും. ഇണങ്ങി പിരിഞ്ഞിരിക്കുന്നവർ കൂടി ഒന്നിക്കുന്നൊരു മാസമായിട്ടാണ് കാണുന്നത്. അപ്രതീക്ഷിതമായിട്ടുള്ള നന്മയും തിന്മയും നടക്കാനുള്ള യോഗം കൂടിയുണ്ട്. പിതാവിനെയും പിതൃതുല്യരായവരെയും വളരെയധികം ബഹുമാനിക്കുകയും അവരുടെയൊക്കെ പ്രശംസയ്ക്ക് പാത്രമാവുകയും ചെയ്യും. സ്വയം തൃപ്തിക്കും മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്തുവാനുമുള്ള ശുഭചെലവുകൾക്കുള്ള യോഗം കൂടി കാണുന്നുണ്ട്. ഇവയെല്ലാം ഈ രാശിയിലുള്ള നക്ഷത്രക്കാരുടെ പൊതുവായ ഫലങ്ങളാണ്. നിങ്ങളുടെ ജനനകാല ഗ്രഹനില പ്രകാരം നടക്കുന്ന ദശ അപകാര ചിത്രങ്ങൾ കൂടി അനുകൂല നിലയിലാണ് എങ്കിൽ മുകളിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും മുഴുവനായി നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും.
ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.